എല്ലാവരും കൂടിയിട്ട് സീൻമോൻ്റെ ബർത്ത്ഡേയുടെ പർച്ചേസിന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും 3 പേർക്കും ക്ലാസ്സില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും സൈനും കൂടി തനിച്ച് പോണേക്കാളും ഒരുപാട് സന്തോഷം ഉണ്ടാവും എല്ലാവരും കൂടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അങ്ങനെ എല്ലാ ദിവസമൊന്നും ഞങ്ങൾ പുറത്ത് പോകാറില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ പോയി, തൃശ്ശൂരാണ് പോയത്. അപ്പോൾ വിചാരിച്ചു ഒന്ന് പുത്തമ്പള്ളി കയറാം. കാരണം സൈനൊന്നും കണ്ടിട്ടില്ല, കൊണ്ടുപോയിട്ടേ ഇല്ല ഞങ്ങൾ. സൈനല്ല സി എം മോളെയും കൊണ്ടുപോയിട്ടില്ല. ജാനും ദിയ മാത്രമേ പോകലുള്ളൂ. അപ്പോൾ വിചാരിച്ചു അങ്ങനെ കൊണ്ടുപോകാം. അവിടെ പള്ളിയിൽ ഒരു ബാപ്റ്റിസം നടക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുണ്ണീനെ കണ്ട് അവർക്ക് സന്തോഷമായി. അവിടെയൊക്കെ കയറി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജാൻ്റെയും തീയയുടെയും ജാൻ്റെയും സി എം മോളുടെയും വരാനായിട്ട് വളരെ ലേറ്റായി. ഒരു ഹെവി ഫുഡ് പോലെയുള്ള ഇതാണ് ഓർഡർ ചെയ്തത്. എന്താ റെയിൻബോ ഫലൂദ അങ്ങനെ എന്തൊക്കെയാണ് അവർ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ചുമ്മാ ഞാനൊരു വാട്ടർമെലൻ്റെ ജ്യൂസും ദിയമോള് ഷാർജ ഷെയ്ക്കുമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് സിയ ബേബിക്ക് ഒരു ചെരുപ്പ് എടുക്കാനായിട്ട് കയറി. അത്ര നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒറ്റ ചെരുപ്പും കണ്ടില്ല. ഭയങ്കര ഹീൽസ് ഒന്നും ഇല്ലാത്തൊരു ചെരുപ്പായിരുന്നു. അത് അവൾക്ക് പോരാ. അവൾക്കത് ഇഷ്ടമായില്ല, അത് എടുത്തില്ല. അത് തിരിച്ചവിടെ വെച്ചിട്ട് പോകുന്നു. പിന്നെ ഞാനാണ് നോക്കിയത്. എനിക്കും ഒരെണ്ണം നോക്കി, പക്ഷേ അത് ഒട്ടും ഈ പറഞ്ഞ പോലെ ഹീല്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കംഫർട്ടാണ് കേട്ടോ. ആ ടൈപ്പ് ചെരുപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന് അത് ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ടെങ്കിൽ അതെടുക്കായിരുന്നു എന്ന് വിചാരിച്ചു. നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. കാലുമയ്ക്ക് ഇണങ്ങേണ്ട അത്രയും കംഫർട്ടുമാണ് യൂസ് ചെയ്യുമ്പോൾ. ഈ ഫ്രോക്കൊക്കെ ഇടുമ്പോൾ നല്ല ഇതായിട്ട് തോന്നി. സാരിക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ക്ലോക്ക് വാങ്ങിക്കണമായിരുന്നു. കാരണം നമ്മുടെ ഡൈനിങ്ങിൻ്റെ അവിടുത്തെ ക്ലോക്കിന് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് പിന്നെ ബെഡ്റൂമിലും ഒരു ക്ലോക്ക് ആവശ്യമാണ്. ഇന്ന് എണീക്കുമ്പോൾ ലേറ്റാവും. മൊബൈലൊന്നും തുറക്കാനുള്ള നേരം കിട്ടില്ല. അപ്പോൾ എല്ലാ ക്ലോക്കും നമുക്ക് ഇങ്ങനെ നോക്കി തൃപ്തി കിട്ടുന്നില്ല. പിന്നെ കുറേ കയറിയിറങ്ങാനുള്ള മടി. അവിടെ നിന്ന് അങ്ങനെ ഒരു അവർക്ക് റൂമിലേക്ക് ഒരു ക്ലോക്കും പിന്നെ ബെഡ്റൂമിലത്തെ ഒരെണ്ണം ആക്കിയിട്ട് അങ്ങനെ 2 ക്ലോക്ക് വാങ്ങിച്ചു. അവിടെ നിന്ന് പിന്നെ സെയിൻമോൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കണ്ടേ, ബർത്ത്ഡേ കുട്ടിയല്ലേ. അപ്പോൾ കുറേ ഡ്രസ്സ് ചിറ്റ വന്നപ്പോൾ കൊണ്ടുവന്നത് ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ ഒരെണ്ണം എടുത്തില്ല എന്ന് വേണ്ട. അവൻ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് അവൻ വയറിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാം എന്നും പറഞ്ഞ് അങ്ങനെ കയറി. അവന് പറ്റിയതെന്ന് പറയാനായിട്ട് കുഴപ്പമില്ല. അങ്ങനെ വലിയ ഇതൊന്നുമല്ല. അവനങ്ങനെ കുത്തിത്തറക്കണം അതൊന്നും ഇടില്ല. നല്ല കോട്ടൻ്റെ അത്രയും വലിയതായിട്ടുള്ള ലിനൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷർട്ടും അതിനനുസരിച്ച് പാൻറ്റും ഉണ്ടായിരുന്നു. അതെടുത്ത് പോകുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒരു കുഞ്ഞുണ്ണീനെ കൊണ്ടുവന്നിട്ട് ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ സിയ ബേബിനെ കണ്ടിട്ട് ദിയ ചേച്ചിനെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി ചിരിക്കുക. അങ്ങനെ അവരോട് വെയിറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം എനിക്കൊരു കസ്റ്റമർ, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ഒരു കസ്റ്റമൈസേഷൻ പറഞ്ഞത്. നമ്മുടെ ഒരു ഉടുപ്പിൻ്റെ സെയിം മോഡലിൽ ഒരു കമ്മയ്ക്കും മോൾക്കൊരു കോംബോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ കയറി. അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീണ്ടും വണ്ടി എടുക്കുന്നത് പുത്തമ്പള്ളിയുടെ അവിടെയാണല്ലോ. നടക്കാൻ അത്ര ദൂരമുള്ളതുകൊണ്ട് ഫെജിക്കാരനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നമ്മുടെ അടുത്താണ്, നിങ്ങൾക്ക് ഓട്ടോയ്ക്കുള്ള വഴിയില്ല പറഞ്ഞു. കുട്ടികളെ കൊണ്ട് നടക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഓട്ടോ തന്നെ ആശ്രയിക്കണം. അങ്ങനെ ഓട്ടോ ഓടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ബർത്ത്ഡേയുടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കറങ്ങി. എത്ര സാധനങ്ങളാണ്, നമുക്ക് എടുത്താലും മതിയാവില്ല. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചെടുക്കണം, കാരണം കയ്യിൽ നിന്ന് പൈസ പോണ വഴി അറിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ബേബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വാശിക്കാരനാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഇവരൊന്നും അങ്ങനെ അത്ര വാശിയൊന്നും വിളിച്ച് പുറത്ത് പോയി അങ്ങനെയൊന്നും കാണിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയണോ അത് ചെയ്തിട്ട് പോരും. അല്ലാണ്ട് ഇങ്ങനെ അത് വേണം ഇത് വേണം അങ്ങനെ പറഞ്ഞ് ഇതുവരെ വാശി 3 പേരും ചെയ്തിട്ടില്ല. ഇനി 4ാമത്തെ ആളും അങ്ങനെ ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം അവരുടെ ഒരു ശീലം വേറെ ഒരു ടൈപ്പാണ്. നമ്മൾ എന്ത് പറയുന്നോ എന്ത് കൊടുക്കണോ അത് വാങ്ങിച്ചെടുക്കുക എന്നല്ലാണ്ട് അത് വേണം എന്ന് പറഞ്ഞ് കണ്ടോ ഉണ്ണി കിടന്ന് കരയാണ്. അടി കിട്ടുന്നുണ്ട് അമ്മയുടെ അടുത്തുനിന്ന്, പക്ഷെ കാര്യമില്ല. അപ്പോൾ അവർക്ക് ആ സ്റ്റാച്ചു കണ്ടിട്ട് നല്ല ഇഷ്ടമായി. പക്ഷേ സ്റ്റാച്ചുവിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അത് വേണ്ട പറഞ്ഞത് എടുത്തില്ല. പിന്നെ സെയിൻ്റെ ലെറ്റേഴ്സ് എടുത്തു. പിന്നെ കാൻഡിൽ എടുത്തു. കാൻഡിൽ, ക്യാപ്പ്, കണ്ണാടി ഒക്കെ എടുത്തു. ലാസ്റ്റ് ബില്ല് ചെയ്തു. ജാനിനെ അവിടെ ഒരു എമർജൻസി ആയിട്ട് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പോവാമേ നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചു ഞങ്ങൾ കേട്ടോ. അവിടെ ആ പാർട്ടിയുടെ അവിടെ നിന്ന് എടുത്ത് സാധനങ്ങൾ എടുത്ത് പോന്നു. പിന്നെ താഴെ ഇനി വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ലിഫ്റ്റിൽ പോന്നു. ഞാനും സി എം മോളും അതൊക്കെ വന്ന് ഇവിടെ നിന്നു. കാരണം 1-2 ഫോട്ടോസ് എടുക്കാമെന്ന് ചോദിച്ചു. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നൂല് സാധനങ്ങൾ, ബോൾസ് അതൊക്കെ എടുത്ത് ബില്ലാക്കാമെന്ന് പറഞ്ഞു. അവിടെ നല്ല തിരക്കാണ്. വിചാരിച്ച പോലെ ബില്ലാക്കാൻ പറ്റില്ല. അപ്പോൾ കാലത്ത് ഇറങ്ങിയതാണല്ലോ, സീക്കിന് കാല് നല്ല വേദനയുണ്ട്. അപ്പോൾ അവരവിടെ ഇരുത്തി. അപ്പോഴത്തേക്കും നമുക്ക് തയ്ക്കാനായി നിശ്ചയിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച പുതിയ മോഡൽ നമ്മുടെ നൈറ്റി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.